ഇനി നമ്മൾ പോകുന്നത് ചെന്നൈയിലേക്കാണ്. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായുണ്ട്. മുഹമ്മദ്, ചെന്നൈയിലും വിവിധയിടങ്ങളിൽ മഴയുണ്ട് എന്നതാണ്. കനത്ത മഴ പെയ്യുന്നുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ വലിയ മഴ നമുക്കറിയാം, അതിന്റെ കെടുതികളെ കുറിച്ചൊക്കെ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി എന്താണ് അവിടെ നിന്ന് നൽകാനുള്ള വിവരം? അനുജ, തമിഴ്നാട്ടിലാകമാനം ഇന്നലെ രാത്രിക്ക് ശേഷം കനത്ത മഴയാണ് പെയ്യുന്നത്. വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴ, അതിശക്തമായ മഴ തന്നെ പെയ്യുന്നുണ്ട്. പ്രധാനമായും ഇപ്പോൾ നാഗപട്ടണത്താണ് മഴയുള്ളത്. നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ചെന്നൈയിൽ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ചെന്നൈയിൽ അല്പസമയം മുമ്പ് മഴ മാറി നിന്നതാണ്. പക്ഷേ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പല സ്ഥലങ്ങളിലും വലിയ വെള്ളക്കെട്ട് ഇതിനോടകം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ യാത്രക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ നേരിടുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ചെന്നൈ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം കാര്യമായി തന്നെ ഈ ഒരു മഴയും ഈ ഒരു മോശം കാലാവസ്ഥയും അതിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ വരുന്ന ഏതാണ്ട് എല്ലാ വിമാനങ്ങളും വളരെ വൈകിയാണ് ലാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടേക്ക് ഓഫിനുള്ള വിമാനങ്ങളുമൊക്കെ വൈകിയാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. അങ്ങനെ ചെന്നൈയെ കാര്യമായി തന്നെ മഴ ബാധിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. ഇടവേളകളിൽ കൃത്യമായി ശക്തമായി തന്നെ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇവരെയൊക്കെയും അടുത്തുള്ള സ്കൂളുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. എന്തായാലും കോർപ്പറേഷൻ അധികൃതർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു കൃത്യമായ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. അത് ഏതാണ്ടൊക്കെ ശരി കൂടിയാണ്. കാരണം ഇപ്പോൾ ഈ കാണുന്ന വെള്ളമൊക്കെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സർക്കാരും ഒപ്പം തന്നെ കോർപ്പറേഷൻ അധികൃതരൊക്കെ ഇത് കൃത്യമായി ഇടപെടുന്നുണ്ട്. പക്ഷേ അപ്പോഴും മഴ ഒരു ആശങ്കയായി തുടരുന്നുണ്ട്. കാരണം ഈ ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് വിതച്ച ഒരു മഴയും അതിൻ്റെ ഒരു പ്രശ്നവുമൊക്കെ ഇപ്പോഴും തമിഴ്നാടിനെ പൂർണ്ണമായും അതിൽ നിന്ന് തമിഴ്നാട് മുക്തമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയൊരു വലിയ മഴ തുടർച്ചയായി ഉണ്ടാകുന്ന മഴ അത് എത്രത്തോളം ദുരിതമാണ് അവിടുത്തെ നാട്ടുകാർക്ക് സമ്മാനിക്കുന്നത്, മുഹമ്മദ് റഹീസ്? കാരണം നമുക്കറിയാവുന്നതാണ്, ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് വലിയ നാശം വിതച്ചിരുന്നു, മരണങ്ങൾ ഉണ്ടായിരുന്നു, ഒട്ടേറെ നാശനഷ്ടങ്ങൾ, വീടുകൾ തകരുന്നതും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത മഴ വീണ്ടും വെള്ളക്കെട്ടിലേക്കൊക്കെ പോകുമ്പോൾ എന്താണ് അവിടെ കൂടുതൽ മുന്നൊരുക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അനുജ, ഈ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ ജനജീവിതം ഏതാണ്ടൊക്കെ ഒരു പഴയ നിലയിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണിത്. കാര്യം ചെന്നൈയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി. ഒപ്പം ഈ നാഗപട്ടണത്ത്, മയിലാടുതുറയിലൊക്കെയുള്ള വ്യൂപ്പുറത്തൊക്കെ വലിയ നാശനഷ്ടമാണ് ഈ ഫെഞ്ചാൽ ചുഴലിക്കാറ്റ് മഴയുടെ രൂപത്തിൽ വിതച്ചത്. പക്ഷേ അതിൽ നിന്നൊക്കെ കരകയറി വരുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഈ മഴ വീണ്ടും ശക്തമായിരിക്കുന്നത്. സ്വാഭാവികമായും വർഷത്തിൽ ഈ ഒരു സമയത്ത് മഴ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ ഈ ചുഴലിക്കാറ്റ് വന്ന് പോയി ആ മഴയ്ക്ക് മീതെയാണ് ഈ മഴ പെയ്യുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഈ ആളുകളുടെ ജീവിതം ഇത് വലിയ തോതിൽ ദുസ്സഹമാക്കിയിട്ടുമുണ്ട്. കാര്യം വീടിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി ഒരു ജീവിതത്തിലേക്ക് തിരികെ വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും മഴ പെയ്യുന്നത്. ഇത് അവരെ വീണ്ടും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ എത്തിക്കുകയും ചെയ്യും. ഇപ്പോൾ സ്കൂളുകൾക്കൊക്കെ അവധി കൊടുത്തുകൊണ്ട് സർക്കാർ ഒരു മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. ഏത് ഘട്ടത്തിലും സജ്ജമായി SDRFിൻ്റെയും NDRFിൻ്റെയും ഒക്കെ സംഘമുണ്ട്. അത്തരത്തിൽ അവർ ഇടപെടേണ്ട ഒരു സാഹചര്യം നിലവിൽ ചെന്നൈയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ചെന്നൈയിൽ ഇതുപോലെ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും പെയ്ത പോലെയൊക്കെ ഇടവേളകളിൽ തന്നെ മഴ പെയ്താൽ പോലും അത് കാര്യമായി ജനജീവിതത്തിനെ ബാധിക്കും. റോഡ് മുഴുവൻ വെള്ളക്കെട്ടിലാകും. ഒപ്പം തന്നെ വീടുകൾ തകരുന്ന സാഹചര്യം ഉണ്ടാകും. ആളുകളെ വീണ്ടും കൂട്ടത്തോടെ ക്യാമ്പുകളിലൊക്കെ മാറ്റേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ നാഗപട്ടണത്ത്, മയിലാടുതുറയിലൊക്കെ വലിയ തോതിൽ വെള്ളം കയറി കഴിഞ്ഞാൽ മഴയുണ്ട്. മഴ കൂടുതൽ ശക്തമാകുമെന്നതാണ് മുന്നറിയിപ്പ്. ചെന്നൈ ഉൾപ്പെടെ 16 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി നൽകുകയും ചെയ്തിട്ടുണ്ട്.